ഹായ് ഗൈസ്, ഞാൻ ഷിബു കലാർ JS യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പരയ്ക്ക അല്ലെങ്കിൽ ഓമയ്ക്ക, ഇതാണ് ഇതിന്റെ തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. ചെത്തി ഇതായിട്ടെടുത്ത് ഇനിയിപ്പോൾ ഇത് നമുക്ക് കഴിയാം. കാരണം ഈ കപ്പളങ്ങയെ സംബന്ധിച്ച് ഇതിന് ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പരയ്ക്ക ഇങ്ങനെയൊക്കെ പല നാടുകളിലും പല പേരുകളാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പപ്പായ. ഇത് നമുക്ക് എപ്പോഴും ചൊനയുണ്ടാവും, ഇതിനൊരു കറയുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്താൽ വളരെ നന്നായിരിക്കും. ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇവനെ നമുക്ക് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കൈ പോകാതെ വളരെ ശ്രദ്ധിക്കണം. പപ്പായ അരിഞ്ഞതാണിത്. ചുമന്നുള്ളി ചെറുതല്ല, ഇത് സവോളയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. പിന്നെ കറിവേപ്പില, ഇപ്പോൾ പച്ചമുളക്, സവോള, കറിവേപ്പില ഇത്രയും അരിഞ്ഞ് ഇതിനോട് മിക്സ് ചെയ്യാൻ വേണ്ടി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് ഇത്. ഇനിയിപ്പോൾ ഇതിനോടൊപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ തിരുമിയത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ല, ഇതിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. പപ്പായ തോരൻ എങ്ങനെ വെക്കാം, ഇപ്പം അതിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം ഞാൻ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് ബാക്കി സാധനങ്ങളൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അല്പം കടുക് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനിയിപ്പോൾ നമ്മൾ ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. തേങ്ങായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാതെ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി എല്ലായിട്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പപ്പായ തോരൻ വെക്കാൻ വളരെ ഈസിയാണ്, വളരെ എളുപ്പമുള്ളൊരു സംഭവമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പ്, അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, ഉപ്പ് കുറച്ച് തളിക്കാം.
ഉപ്പ് ഇച്ചിരി വയ്ക്കണം. ഇത് കല്ലുപ്പാണ്, കല്ലുപ്പിൻ്റെ നീരാണ് ഞാൻ ഒഴിച്ചത്. എന്താണ് ഇന്നത്തെ വെറൈറ്റി എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് വെറൈറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നല്ല ചൂട് കഞ്ഞി അടുപ്പത്ത് തളിക്കുന്നു. അപ്പം ഈ ചൂട് കഞ്ഞിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് കണ്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചൂട് കഞ്ഞി. പിന്നെ വേറൊരു സാധനം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, കാന്താരി. അപ്പം ഇത് ഈ കാന്താരി ഈ സൈഡിലിരിക്കട്ടെ. ഇനി നമ്മുടെ പപ്പായ തോരൻ അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇതുണ്ടോ പപ്പായ തോരൻ. അപ്പോൾ പപ്പായ തോരൻ ഇങ്ങോട്ട് നമ്മൾ വെക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ശകലം ഉപ്പ്, ഇതാണ് ശകലം ഉപ്പൊഴിച്ചു. ഇനി ദാ ഈ സ്പൂൺ വെച്ചിട്ട് ഈ പപ്പായ തോരൻ തനിയെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ആദ്യം. സൂപ്പറാണ്. എന്നാന്ന് വെച്ചാൽ ഉപ്പ് കുറവാണ്, എങ്കിലും ആ പച്ചമുളകും ആ ഉള്ളിയും തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. കടുക് താളിച്ചായിരുന്നു നല്ലതാണ്, അടിപൊളിയാണ്. ഇപ്പം ഇനി ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇച്ചിരി പപ്പായ തോരനും കൂടെ നമുക്ക് എടുക്കാം. ഇതൊരു അടിപൊളി ടേസ്റ്റാണ്. കാരണം ഈ കപ്പളങ്ങ പപ്പായ ഒന്നും ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പം ഇതാ ഇവിടെ കാന്താരി വെച്ചിട്ടുണ്ട്, ഒരു ശകലം നമുക്ക് കഴിച്ചു നോക്കാം. ഓ എന്താ ടേസ്റ്റ്! ഇതൊന്നും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഒന്നും തിന്നാൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല. കാരണം ഇത് നമ്മൾ ശകലം ഇത് എടുക്കുന്നു. നല്ല ചൂടുണ്ട്. ഇനി എന്താ ഇതാണ് കാന്താരി. ഓ, ആ കാന്താരി അടിക്കുമ്പോൾ ഒരു മണവും ഒരു ചെറിയ എരിവും. പക്ഷെ എല്ലാവരും ഈ കാന്താരി ഇങ്ങനെ കഴിക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ചിലവർ ഭയങ്കര എരിവാണ്, ചിലർക്ക് പറ്റത്തില്ല. പക്ഷെ ഇത് കഴിച്ച് ശീലിച്ചവർക്ക് പ്രശ്നമേ ഇല്ല. കാന്താരി കൊണ്ട് പല വിഭവം ഞാനിപ്പോൾ ഉണ്ടാക്കി. തൈര് കാന്താരി ഉണ്ടാക്കി, അല്ലാതെ കാന്താരി കൊണ്ട് വിനാഗിരി ഒഴിച്ചിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കി. ഇതിപ്പോൾ കാന്താരി വെറുതെ. അപ്പം ഗൈസ്, നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. കപ്പളങ്ങ തോരനും അല്ലെങ്കിൽ പപ്പായ തോരനും കാന്താരിയും കഞ്ഞിയും